ഈ പുലിവാലുകൾ അങ്ങോട്ട് ഓട്ടോറിക്ഷ പിടിച്ചു കൂട്ടുന്ന ഒരാളാണ് നമ്മുടെ കെ സുധാകരൻ, മുൻ KPCC. അതേ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഡൽഹിയിൽ ഒരു വലിയ പുലിവാല പിടിച്ച് KPCC നേതൃത്വത്തെ ഇവിടെ എല്ലാവരും വട്ടം ചുറ്റിച്ച ആളാണ്. അതിലൊക്കെ ഉപരി അതിനു മുമ്പ് ജോൺസൺ മാവുങ്കലിന്റെ കൂടെ പടം എടുത്ത് അവിടെ പോയി അദ്ദേഹത്തിന്റെ ചികിത്സ തേടി പോയതാണ് എന്ന് പറഞ്ഞു ജോൺസൺ മാവുങ്കൽ. അതൊന്ന് കൂടാതെ മറ്റേ ആ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടല്ലോ, അന്നൊരു മരണമൊക്കെ നടന്ന ആ കുട്ടി മരിച്ചില്ലേ, കണ്ണൂരോ അല്ല പാലക്കാട് മറ്റുള്ള ഒരു കോളേജ് ഉണ്ട്, അവിടെ സുധാകരൻ പോയി അവിടെ അടുത്ത പ്രശ്നമായി. അതെന്തോ അവിടെ ചെന്നപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞ് ഇയാളെ കോളേജ് രക്ഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ അടുത്ത അങ്ങനെ ഒരു പ്രശ്നം. അത് മറ്റേ പിന്നെ നെഹ്റു കോളേജ്. അപ്പോൾ ഇവിടെ മോൺസൺ മാവുങ്കലിന്റെ അടുത്ത് പുള്ളി പോയി കഴിഞ്ഞപ്പോൾ അത് വിവാദമായ പുള്ളി പറഞ്ഞു എനിക്ക് ചികിത്സ തേടി പോയതാണ്. അതിന്റെ അനുയായികൾ അന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് അദ്ദേഹം ഈ ആരോഗ്യത്തെ കുറിച്ച് ഓവർ കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്, ബോഡി വെൽ ബിൽറ്റ് ബോഡിക്ക് ആളായിരുന്നല്ലോ. ഡോക്ടർ മോൺസൺ മാവുങ്കലായിരുന്നു. ഈ മോൺസൺ മാവുങ്കൽ പറഞ്ഞ വ്യാജ ഡോക്ടറേറ്റ് കിട്ടിയ ഒരാളാണ്, അല്ല ഡോക്ടറും അല്ല. അപ്പോൾ ഡോക്ടർ കണ്ടുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ക്യാപ്സൂൾ ഇറക്കിയത്. ഇപ്പോൾ ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് സത്യത്തിൽ നമുക്ക് ചിരിക്കണോ അതോ പറയണോ എന്നുള്ളതാണ്. കൊച്ചിയിൽ അദ്ദേഹം ഗുണ്ടകളുടെ യോഗം വിളിച്ചു. അല്ല അടിസ്ഥാനപരമായി ഗുണ്ടകളുടെ യോഗം വിളിച്ചത് ഓപ്പറേഷൻ തൂഫാനെ നേടാൻ വേണ്ടി ചില സന്നദ്ധ പ്രവർത്തകരെ വിളിച്ചു. അതെ, അത് അദ്ദേഹത്തിന്റെ പരിപാടി അല്ല ഓപ്പറേഷൻ തൂഫാനെ നേരിടുക എന്നുള്ളത്. അദ്ദേഹം ഒരു MP ആണ്. അത് അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂരാണ്. അദ്ദേഹം യോഗം വിളിക്കണേ അവിടെയാണ് വിളിക്കേണ്ടത്. കൊച്ചി വന്ന് അദ്ദേഹം യോഗം വിളിച്ചിട്ട് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഗുണ്ടകളും വിരമിച്ച ഗുണ്ടകളും ക്രിമിനൽ കേസ് പ്രതികളെ എല്ലാം നിരത്തി നിർത്തി അദ്ദേഹം അവരോട് ആഹ്വാനം ചെയ്യണം, നിങ്ങൾ ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിക്കും. എന്താണ് സംസാരിച്ചത് ഇപ്പോഴും അറിയില്ല, പക്ഷേ പറയപ്പെടുന്നത് ആഹ്വാനം അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാർത്തകൾ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴത്തേക്ക് സുധാകരൻ അതിനകത്തുനിന്ന് തടി ഊരാൻ വേണ്ടി പറഞ്ഞു, ഞാനിത് ഓപ്പറേഷൻ തൂഫാന്റെ യോഗം വിളിച്ചത്, വേറെ ഒന്നും കിട്ടിയില്ല. ഓപ്പറേഷൻ കക്ഷികളെ വിളിച്ചാണ് യോഗം വെച്ചിട്ടുള്ളത്, തൂഫാന്റെ യോഗം വിളിച്ചതാണ്, അത് കോൺഗ്രസ്സുകാരെയാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ DCC പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ സംഭവം അറിഞ്ഞിട്ടില്ല, ഈ പുള്ളി ഇവിടെ വന്നത് ഞങ്ങൾ അറിഞ്ഞില്ല, യോഗം വിളിച്ചത് അറിഞ്ഞില്ല. എറണാകുളത്ത് പുള്ളി യോഗം വിളിക്കുമ്പോഴേ പുള്ളി അവിടെ DCC അറിയിക്കണമല്ലോ, അതല്ലേ പാർട്ടി അല്ലെ ഗ്രൂപ്പ് യോഗമാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ ഗ്രൂപ്പ് യോഗം വിളിച്ചതാണെങ്കിൽ പോലും ഇതിനകത്ത് ഗുണ്ടകൾക്ക് എന്താ കാര്യം? വിദ്വാന്മാരെ പേരൊന്ന് മനസ്സിലാക്കി. ഈ മട്ടാഞ്ചേരി ഹാരിസ്, പുലി നസീർ, പിന്നെ റിയാസ് തോക്ക് കേസ് പ്രതി, പിന്നെ വെടിവെപ്പ് കേസിലെ പ്രതി, ബ്യൂട്ടി പാർലർ ഈ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസ് വെച്ച് എബ്രിഡ് ഷൈനിയുടെ ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട്, സ്പാ. ഈ രസകരമായ കാര്യം, ഞാൻ എറണാകുളം ജോലി ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ ഈ പനമ്പള്ളി നഗറിൽ ഈ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് നടക്കുമ്പോൾ തൊട്ട് ഇപ്പുറത്ത് സൈഡിലുള്ള കടയിൽ ഞങ്ങൾ ചായ കുടിക്കായിരുന്നു. ടോ ശബ്ദം ഞങ്ങൾ കേട്ടേ ഉള്ളൂ, ഞങ്ങൾ കരുതിയില്ല, ഞങ്ങൾ വെറുതെ പടക്കം ശ്രദ്ധിച്ചില്ല. അത് പിന്നീടാണ് അറിഞ്ഞത് വെടിവെപ്പ് പടന്നാണ്. ഇതാണ് ഈ സിനിമയുടെ കഥ. പുതിയ സിനിമയുണ്ട് ബ്യൂട്ടി പാർലർ വെടിവെപ്പാണ്, സ്പായുടെ കഥ. പക്ഷെ അതിനകത്ത് ക്ലൈമാക്സിലാണ് ഈ രംഗം വരുന്നത്. പക്ഷെ അതിനകത്ത് വളരെ രസകരമായ ഒരു സിനിമയാണ് സ്പാ. കണ്ടവർക്കറിയാം, കാണേണ്ട സിനിമയാണ്. നമ്മുടെ ഇടയ്ക്കിടെയുള്ള ഓരോ മനുഷ്യരുടെ ലൈംഗിക അരാജകത്വങ്ങൾ ഇത് ചെയ്യുന്ന ആളാണ്. എൻ്റെ സുഹൃത്താണ് എബ്രിഡ് ഷൈൻ, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകൾ പോലെ തന്നെയുള്ള നല്ലൊരു സിനിമ. പക്ഷേ ഇത് അല്പം അഡൽട്ട്സ് ഓൺലി ആയതുകൊണ്ടും പക്ഷേ നമുക്കൊക്കെ അത് ഭയങ്കരമായിട്ട് രസിക്കും. അതിനകത്ത് അവസാനം ഈ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ ബിലാലുണ്ട്, തോക്കുകാരൻ റിയാസ് ഉണ്ട്, പുലി നസീർ ഉണ്ട്, മട്ടാഞ്ചേരി ഹാരിസ് ഉണ്ട്. ഇത്രയും പേര് വെളി വന്നിട്ടുള്ളൂ. ഈ പടത്തിലുള്ളത് ഇവരായിരുന്നു. മമ്മൂട്ടി ഒരു സിനിമയിൽ മറ്റേ സിനിമ അഭിനയിക്കാൻ വേണ്ടി പോയിട്ട് കുറെ അധോലോക സംഘത്തിൽ. അതെ, ഇതിപ്പോ എന്താണെങ്കിലും ശരി, ഇവരുടെയൊക്കെ ഒത്ത നടുക്കിരുന്നുകൊണ്ട് ഇദ്ദേഹം ഇവരുമായിട്ട് സംസാരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. ഈ ചിത്രങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് സത്യത്തിൽ ഇവരെ ഈ DCC അദ്ദേഹം വെട്ടിലാക്കി. ആരാണ് ഈ ഫോട്ടോ എടുത്തതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. ഇവരെല്ലാം കൂടെ ഒപ്പം വരുന്നത് സാധാരണഗതിയില്ലേ, സാധാരണപ്പെട്ട ആൾ ഇരിക്കുമ്പോൾ ഇത്തരം കക്ഷികളെ കൂടി ഇരിക്കും ഫോട്ടോ എടുക്കാൻ അനുവദിക്കുന്നതല്ല. അപ്പോൾ എന്തായാലും അത് എടുത്തു വിട്ടു. അപ്പോൾ എന്തായാലും ഇവര് ഓപ്പറേഷൻ തൂഫാൻ, അതായത് ഇനിയിപ്പോൾ നമ്മുടെ ഗുണ്ടകളാണ്. ഇത്രയും നാളും പോലീസ് നടത്തി, എക്സൈസ് നടത്തി. നമ്മൾ പലപ്പോഴും പറയാറുള്ള കടിച്ച പാമ്പനെ കൊണ്ട് വിഷം ഇറക്കിയ പണ്ട് ഇവർക്കെല്ലാം ഇതൊക്കെ തന്നെ ജോലി, അവരെ തന്നെ വിളിച്ചു വരുന്നത്. ഇപ്പോൾ പുള്ളി പറയും, ഞാൻ അറിഞ്ഞു ഇവന്മാർക്ക് അവിടെ ഈ കച്ചവടം ഉണ്ടെന്ന്, അതിന് ഞാൻ ഇവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ണൂർ സിംഹമാണ്, നിങ്ങള് മര്യാദയ്ക്ക് കച്ചവടം നിർത്തിക്കോളും, തൂഫാനെ സഹായിക്കുകയും വേണം, തൂഫാനെ എല്ലാവിധ സഹായം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് പറഞ്ഞാണ്. അതിനുവേണ്ടിയാണ് ഇദ്ദേഹം ഗോളാന്തര വാർത്ത സിനിമയിലെ രമേശൻ നായരാണ്. നാട്ടിലൂടെ പോകുന്ന ആരെയും അദ്ദേഹം നല്ലവരാണ്, സദാചാരം പഠിപ്പിക്കും. മോഷ്ടാവാണെങ്കിൽ അദ്ദേഹത്തെ ഉപദേശിച്ച് നന്നാക്കും. അതുപോലെ സുധാകരൻ ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, KPCC പ്രസിഡന്റ് സ്ഥാനം പോയി, MP ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനിടയ്ക്കാണ് അദ്ദേഹം സീറ്റിന് വേണ്ടി പോയി തർക്കിച്ചത്. ആ വഴിക്ക് അവരെല്ലാം കൂടി ഒരു വഴിക്കാക്കി. ദീപാദാസ് മുൻഷി എല്ലാം കൂടി ഒരു വഴിക്കാക്കി കൊടുത്തു.
അദ്ദേഹം അതിനുവേണ്ടി ഭയങ്കര പാർട്ടി വരെ പിളർത്താനൊക്കെ ചാനലൊക്കെ ലൈവ് ആയിരുന്നല്ലോ അന്ന് ഏത് നിമിഷവും. അത് പകുതിയും ചാനലുകൾ കയ്യിൽ നിട്ടതാണ്. ഇങ്ങേരെ അവിടെ ഇട്ട് ഒരു പഞ്ഞി കിട്ടോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാവരും പറഞ്ഞത് എന്താ, ഇയാൾ അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നു സീറ്റിന് വേണ്ടി എന്നാണ്. ഇത് കണ്ടുകൊണ്ട് കേട്ടോണ്ട് ചാടി ഇറങ്ങി അടൂർ പ്രകാശ് അടക്കമുള്ളവർക്ക് അബദ്ധം പറ്റി എന്നുള്ളതായിരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ രസം. എന്തായാലും ഇത് അസാധ്യ പരിപാടിയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി സുധാകരന്റെ നേതൃത്വത്തിൽ ഗുണ്ടകളുടെ ഒരു ഗുണ്ടാപ്പട അധോ ലോകത്ത് നേരിട്ട് ചെന്ന് കണ്ടു. പുതിയ മടയെ പോയി പിടിക്കാന്ന് പറയല്ലോ, കണ്ണൂർ സിംഹമാണ് അദ്ദേഹം. നേരെ മടയിൽ ചെന്ന് പിടിച്ചോണ്ടാണ് എല്ലാവരും. ഓപ്പറേഷൻ തൂഫാൻ വാരിയേഴ്സ് ആയിട്ട് പ്രഖ്യാപിച്ചെന്നാ തോന്നുന്നത്. ഇവ രമേശ് ചെന്നിത്തലയുടെ ഒരു പരിപാടി എവിടെങ്കിലും ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ട ഉടനെ അദ്ദേഹം നിങ്ങൾ ഇന്ന് മുതൽ ഓപ്പറേഷൻ തൂഫാൻ വാരിയേഴ്സ്. നമ്മുടെ ആദ്യം മോഹൻലാലിനെ ആക്കി, മട്ടാഞ്ചേരി മാഫിയയിൽപ്പെട്ട ഒരുത്തനെ ഇതുവരെ ആക്കിയിട്ടില്ല, അത് ഭാഗ്യം. പക്ഷെ ഇപ്പം മട്ടാഞ്ചേരി ഹാരിസിനെ ഇദ്ദേഹം ആക്കിയിട്ടുണ്ട് തൂഫാൻ വാരിയർ. അപ്പം മധുസാറിനെ ആക്കി, ശ്രീകുമാരൻ സാറിനെ ആക്കി. അതിനുശേഷം നമ്മുടെ ഏതോ ഒരു ചാനലിൽ പുള്ളി ചർച്ചയ്ക്ക് പോയി. ചാനലിൽ മുന്നിൽ വന്ന മൊത്തം ആളെ പുള്ളി അപ്പം തന്നെ നിങ്ങളെ അപ്പം സിനിമ എടുത്തു എഴുതോ എന്ന് പറഞ്ഞോളൂ, നിന്നെ അപ്പം തന്നെ സിനിമയിലെടുത്തു. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇവരെ എല്ലാം അപ്പോഴേ തൂഫാൻ വാരിയേഴ്സിലെടുത്തു. അപ്പോൾ പാവപ്പെട്ട രമേശ് ചെന്നിത്തല ഓടി നടന്ന് ഈ തൂഫാൻ വാരിയേഴ്സിനെ പ്രഖ്യാപിക്കുക കണ്ടിട്ട് അദ്ദേഹത്തിനൊരു സങ്കടം തോന്നി. ആർക്ക്? നമ്മുടെ കെ സുധാകരൻ. അങ്ങനെയാണ് അദ്ദേഹം മട്ടാഞ്ചേരിയിൽ ഗുണ്ടകളെ വിളിച്ചു വരുത്തി തൂഫാൻ വാരിയേഴ്സ് ആക്കിയത് എന്ന് വേണം നമ്മൾ കരുതാൻ. എന്താണെങ്കിലും അതൊരു വലിയ സംഭവമായി മാറിപ്പോയി. ഈ ഗുണ്ടകളെ ഇത്രയും പെട്ടെന്ന് മാനസാന്തരപ്പെടുത്തുക. ഇപ്പം നമുക്കറിയാം ഈ പാസ്റ്റർമാർ മാനസാന്തരപ്പെടുത്തുമല്ലോ, ഓരോരുത്തരെ വിളിച്ചു നിർത്തി നീ ഇന്നു മുതൽ മാനസാന്തരപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ പറയുന്ന ഇത് ഗുണ്ടയായിരിക്കും. പക്ഷെ ഇവൻ അങ്ങോട്ടിറങ്ങി അവൻ്റെ തനിക്കോണം കാണിക്കും. അത് കുറച്ച് സമയത്തേക്ക് ഇവനങ്ങ് മാറ്റം വരും. നിങ്ങളുടെ നാട്ടിലെ കരിക്കമല്ല കൊലക്കേസിലെ ഒന്നാം പ്രതി റെനി ജോർജ്, അദ്ദേഹം പിന്നീട് സുവിശേഷകനും ആളെ സഹായിക്കുന്നതിനൊക്കെ ആയി പോയി. ചില ആളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെയോ മറ്റോ സംഭവിക്കുമോ. അതുപോലെ ഇറച്ചി ആൽബി ഉണ്ടല്ലോ, ഇറച്ചി ആൽബി ആലപ്പുഴയില്ല ഒരു ലാലൻ ഉണ്ടായിരുന്നു തിരുവല്ലയിൽ. അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ നന്നായിട്ടുണ്ട്, അവർ നല്ല രീതിയിൽ പോയിട്ടുമുണ്ട്. എന്താണെങ്കിലും കെ സുധാകരന്റെ ആ ഉപദേശം കേട്ടിട്ട് ഇവർ നന്നായ ലക്ഷണമുണ്ട്. ഈ നാല് കക്ഷികൾ 4 പേരുടെ പേരെ വന്നിട്ടുള്ളൂ. മട്ടാഞ്ചേരി ആരിസിൻ്റെയും പുലി നസീറിൻ്റെയും ഒക്കെ പേരാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ സന്മനസ് കാണാതെ പോരുത് കെ സുധാകരൻ്റെ. കാരണം ഈ ഇത്രയും ആൾക്കാർ ഇവിടെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന് തോന്നിയോ എറണാകുളത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് സാധിച്ചിരിക്കാത്ത കാര്യമാണ് കണ്ണൂരെന്ന് സുധാകരൻ ഈ നമ്മുടെ നാട്ടിൽ ഉറവിട മാലിന്യ നിർമ്മാർജ്ജനമുണ്ട്. അതായത് മാലിന്യം അതിന്റെ ഉറവിടത്തിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യുക. അപ്പൊ ഇവരെ ഉറവിടത്തിൽ പോയി അദ്ദേഹം ഈ ലഹരി മരുന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് നടത്തിയത്. ഈ ഗുണ്ടകളുടെ മടയിലേക്ക് ചെല്ലുന്നു, അവിടെ ചെന്നിട്ട് മേലിൽ ഇതിന് പോയേക്കരുത്, ഇന്നു മുതൽ നിങ്ങൾ തൂഫാൻ വാരിയേഴ്സ് ആണ് എന്ന് അവരെ ചുമതലപ്പെടുത്തി. എറണാകുളത്ത് സർക്കാർ ഗസ്റ്റ് ഹൗസാണ് സാറിന് അവരൊക്കെ താമസിക്കാനുള്ളത്. വേറെ ഹോട്ടലിലാണോ അതിന്റെ എവരുടെ ഏതെങ്കിലും രഹസ്യ കേന്ദ്രങ്ങളിലാണോ എവിടെ വെച്ചാണ് കൂടിക്കാഴ്ച എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഇതിനിടയ്ക്ക് ചില ദോഷൈകതൃക്കുകൾ പറയുന്നുണ്ട്. ഈ സുധാകരന് പ്രായാധിക്യം കാരണം ഓർമ്മശക്തിയൊക്കെ കുറവാണ്. ഇത് എന്താണ് പറഞ്ഞതെന്ന് നിൽക്കുന്നത് ഇപ്പം മറന്നുപോകും. ഇനി അങ്ങനെ മറവി എങ്ങാനും ബാധിച്ച സമയത്ത് യുവമാരെ ആരെങ്കിലും ഈ കൂട്ടത്തിൽ കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണോ ഒന്നും അറിയില്ല. എന്താണെങ്കിലും ഇത്രയും നല്ല തൂഫാൻ വാരിയേഴ്സിനെ നമുക്കിനി കിട്ടാൻ പോകുന്നില്ല. ഇക്കാര്യത്തിൽ ഓപ്പറേഷൻ തൂഫാൻ വാരിയിൽ രമേശ് ചെന്നിത്തല സ്വീകരിച്ചതിന്റെ എത്രയോ ഇരട്ടി അധ്വാനമാണ് കെ സുധാകരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഈ പരിപാടിക്ക് ഇറക്കും. പിന്നല്ലാതെ എന്താണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. DCC അവര് തള്ളി പറഞ്ഞു കളഞ്ഞു. അത് നമുക്ക് ഒട്ടും ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം DCC അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സംഭവം നടന്നത് ഞങ്ങളിവിടെ ഒരു തൂഫാൻ വാരിയറും പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. എന്താണെങ്കിലും ഈ തൂഫാൻ വാരിയേഴ്സ് എല്ലാം കൂടി സുധാകരന് കൊടുത്തത് ഗംഭീര പണി തന്നെയാണ്.